വിവാഹിതരായ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഭൂമികയുടെ കാര്യത്തിൽ തീരുമാനം എടുക്കുന്നുണ്ട് അജയ്. എന്തായാലും എന്റെ ഭാര്യയായിട്ട് അഭിനയിക്കാൻ പറ്റിയ ആള് തന്നെയാ ഭൂമിക എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഭൂമി വീണ്ടും പറയുന്നുണ്ട് എനിക്ക് അമ്മയെ കാണാൻ ഒരു അവസരം ഒരുക്കി തരണമെന്ന്. അങ്ങനെ പോയി കാണുന്നുണ്ട് ജയിലില് അംബികയെ. അങ്ങനെ അംബിക പറയുന്നുണ്ട്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇത് കേൾക്കുമ്പോൾ എൻ്റെ അടുത്ത് വാശിയോ അതുപോലെ തന്നെ ദേഷ്യമോ ഒന്നും തോന്നാൻ പാടില്ല. എന്ത് വേണമെങ്കിലും എൻ്റെ അടുത്ത് അമ്മയ്ക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമില്ലേ? പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ഭൂമി ചോദിക്കുന്നുണ്ട്. അത് എനിക്ക് അച്യുതനും അറിയാവുന്ന ഒരു രഹസ്യമുണ്ടായിരുന്നു. അത് എന്താന്ന് മോള് കേൾക്കുമ്പോൾ തന്നെ ഒട്ടും വിഷമിക്കരുത്. സ്വന്തം അച്ഛന്റെ കാര്യം പറയാനാ. എനിക്ക് സ്വന്തം അച്ഛനുണ്ടായിരുന്നു, അത് അച്യുതനാ. പിന്നെ ഏതച്ഛന്റെ കാര്യമാ അമ്മ പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അത് ഞങ്ങളെ വളർത്തുമകൾ മാത്രമായിരുന്നു മോള്. ഞങ്ങളുടെ ഒരു രഹസ്യമായിരുന്നു ഭൂമി എന്ന് പറയുന്ന ഈ മകള്. എന്നാൽ ഇപ്പോൾ എനിക്ക് പറയാൻ സമയമായിരിക്കുന്നുണ്ട്. ഇനി മോളുടെ അച്ഛനെയും അമ്മയെ കണ്ടുപിടിക്കുക എന്നുള്ളത് മോളുടെ കടമയാ എന്നൊക്കെ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ തന്നെ ഭൂമി സങ്കടം കൊണ്ട് നിലവിളിക്കുന്നുണ്ട് അവിടെ. എന്തായാലും എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എത്രയായിരുന്നാലും എന്നെ വളർത്തി ഈ നിലയിലാക്കിയ നിങ്ങളെ എനിക്കും ഒരിക്കലും മറക്കാനും പറ്റില്ല. എൻ്റെ അമ്മയും അച്ഛനും തന്നെയാ എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. ഇത് കേട്ട ഉടനെ തന്നെ അംബിക അകത്തേക്ക് പോവുകയും അതുപോലെ തന്നെ ഭൂമി പോവുകയും ചെയ്യുന്നുണ്ട്. ഭൂമിയാണെങ്കിൽ ഏതോ ഒരു ലോകത്ത് നടക്കും പോലെ എല്ലാം ആലോചിച്ച് പോവുകയാണ്. ഈ ഒരു സത്യം ഇത്രയും കാലം ഇവർ മരച്ചു വെച്ചു. പക്ഷെ എൻ്റെ കാര്യമെന്ന് ആലോചിച്ചാൽ തന്നെ എനിക്ക് സങ്കടമാ തോന്നുന്നത്. എനിക്ക് ആരുമില്ലാത്ത ഒരു അവസ്ഥയാ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ആലോചിച്ചിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ പറയുക, എത്രയായിരുന്നാലും അംബിക എന്ന് പറയുന്നത് എൻ്റെ അമ്മ തന്നെയാ. അത് ഒരിക്കലും ഇല്ലാതാവില്ല. ഞാൻ പെട്ടെന്ന് തന്നെ ഏത് വിധേനയും എനിക്ക് പുറത്തിറക്കണം എന്നൊക്കെ തീരുമാനം എടുക്കുന്നുണ്ട്. തന്നെയാണ് ഉടനെ ഫോൺ ചെയ്യുന്നുണ്ട് അജയ്ക്ക്. എന്തായാലും എനിക്ക് സാർ പറഞ്ഞ ആ ഒരു കാര്യം ഞാൻ അംഗീകരിക്കാൻ തയ്യാറാണ്. ഞാൻ ഏത് വിധേനയും നിങ്ങളുടെ ഭാര്യയായി തന്നെ ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ അജയ്ക്ക് സന്തോഷമാകുന്നുണ്ട്. എന്നാൽ നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം എന്ന് പറഞ്ഞ് അജയ് ഒരു റെസ്റ്റോറൻറ്റിൽ വിളിക്കുന്നുണ്ട്. ആ സമയത്ത് അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് പറയുന്നുണ്ട്, എനിക്ക് ചായയൊന്നും വേണ്ട, എനിക്ക് സംസാരിക്കാൻ കാര്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ വന്നത്. എനിക്ക് എന്തോന്നില്ലാത്ത പ്രയാസമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വീട്ടിലെ കാര്യം ആലോചിക്കുമ്പോഴത്തേക്കും എനിക്കാണെങ്കിൽ സങ്കടം കടൽ തന്നെയാ. എന്ത് ചെയ്യാനാ എന്നൊക്കെ പറയുന്നു. അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകാൻ പോവുക ഭൂമിയുടെ ജീവിതത്തില്. അത് എൻ്റെ ഒരു കല്യാണം കൊണ്ട് തന്നെ നടക്കുമെങ്കിൽ അത് എന്നെ നടക്കട്ടെ. അത് എനിക്കും സന്തോഷമുള്ള കാര്യം തന്നെയാ ഈ സമയത്ത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അഞ്ജനായിട്ടുള്ള കല്യാണം ഒരിക്കലും നടക്കില്ല എന്നും എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്ന് വീട്ടിലേക്ക് പറയാൻ പോവുക ഈ നിമിഷം തന്നെ. എങ്കിൽ മാത്രമേ നമ്മുടെ കല്യാണം നടക്കാൻ സാധ്യതയുള്ളൂ എന്നും പറയുന്നുണ്ട്. അങ്ങനെ ഒന്നും ആലോചിക്കില്ല. ഉടനെ തന്നെ ഫ്രണ്ടിനെ വിളിച്ച് കാര്യം പറഞ്ഞിട്ട് അജയ് പോകുന്നുണ്ട്. എന്നാൽ വിഷമത്തോടെ ഇനി എന്ത് ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ടാ ഭൂമിയും പോകുന്നത്. എന്തായാലും വലിയ ഒരു കാര്യത്തിലേക്കാ എന്റെ ജീവിതം തന്നെ ഇപ്പോൾ മാറാൻ പോകുന്നത്, കല്യാണം എന്ന രീതിയിലേക്ക്. അത് ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ. പക്ഷെ അമ്മ എന്ത് വിചാരിക്കുമെന്നും എനിക്കറിയില്ല. പക്ഷെ എൻ്റെ ജയത്തിന് ഇതെനിക്കിപ്പോൾ ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ വേണ്ടാത്ത മാർഗങ്ങളൊക്കെ എനിക്ക് സ്വീകരിക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട്. ഏത് രീതിയായിരുന്നാലും അജയ് സാറിന് എനിക്ക് വിശ്വാസം തന്നെയാ, എനിക്ക് ചെറിയ ഇഷ്ടമുണ്ട് എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അജയ്യെ കല്യാണം കഴിക്കാൻ തീരുമാനമെടുക്കുന്നുണ്ട് ഭൂമി. എന്നാൽ ഇതെല്ലാം സന്തോഷം കൊണ്ട് ഇരിക്കുന്ന അജയ് പറയുന്നുണ്ട് ഭൂമിയുടെ അടുത്ത്, വിളിക്കിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഭൂമിയെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാ ഇവിടുത്തെ മുത്തശ്ശി. ഇതറിയുമ്പോഴത്തേക്കും അനുഗ്രഹിക്കുകയും ചെയ്യുള്ളൂ. അതുകൊണ്ട് വിഷമിക്കൊന്നും ചെയ്യരുത്. ഇവിടുന്ന് പോയ ആ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു ഭൂമിയുടെ ആ ഒരു അവസ്ഥ. എന്തായാലും എന്തോ മനസ്സിനുള്ളിൽ അലട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഏതായാലും അതിനെല്ലാം ഒരു മാറ്റം ഈ കല്യാണം കൂടെ ഉണ്ടാവുമെങ്കിൽ അത് നടക്കട്ടെ എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫോൺ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ അജയ് ഈ കാര്യം പറയാൻ വേണ്ടി വീട്ടിലേക്ക് പോകുന്നുണ്ട്. എന്തായാലും അഞ്ജനയുടെ മുമ്പിൽ വെച്ച് തന്നെ ആ മോതിരം ഊരി കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് എല്ലാവരും ഞെട്ടി നിൽക്കുന്നുണ്ട്. എന്താ നീ ചെയ്യുന്നേ? മോതിരം ഊരി എറിയുകയാണോ? ഇത് ഒരു എൻഗേജ്മെന്റ് ഫംഗ്ഷനില് ഒരു മുഹൂർത്തത്തില് ഇട്ട മോതിരമാ. ഇതൊക്കെ ഇങ്ങനെ ചെയ്യാണ്ട് കാര്യമുണ്ടോ നിനക്ക് എന്നൊക്കെ മുത്തശ്ശി ചൂടാകുന്നുണ്ട്.
ഇത് കേട്ട് ഉടനെ തന്നെ പറയുന്നുണ്ട് അജയ്, എനിക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ല എന്ന് ആദ്യമേ പറഞ്ഞതാ. ഞാൻ അറിയാതെ തന്നെയാ ഈ വീട്ടിലെ എല്ലാ ഒരുക്കങ്ങളും നടത്തിയതും എന്നെ കൊണ്ട് മോതിരം ഇടിപ്പിച്ചതും. പക്ഷെ എന്റെ മനസ്സോട് അല്ലയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ഒരു ഉറച്ച തീരുമാനം എടുത്തിരിക്കുന്നു. വിവാഹം കഴിക്കും, പക്ഷേ അത് അഞ്ജനയല്ല, അത് ഭൂമിയ എന്നൊക്കെ തുറന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ തന്നെ സത്യദാസ് ഞെട്ടി നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുത്തശ്ശിയും അതുപോലെ തന്നെ അജയുടെ അമ്മയും അച്ഛനും, ഭവാനിയാണെങ്കിൽ ദേഷ്യത്തിൽ നിൽക്കുന്നുണ്ട്. അഞ്ജനയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് എന്തായാലും അവളന്ന് കേട്ട ഉടനെ തന്നെ ഞെട്ടി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഈ നിൽപ്പ് കണ്ടതും അജയ് പറയുന്നുണ്ട്, ആദ്യമേ നിനക്ക് തോന്നിയില്ലായിരുന്നോ ഞാനും അവളും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന്? പിന്നെ എന്തിനാ നിനക്കാണെങ്കിൽ ഈ കല്യാണം തന്നെ നടത്തണമെന്ന് ഇത്ര വാശി എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും നിനക്ക് വേറെ ഒരുത്തിയാണല്ലോ നിനക്ക് ഇഷ്ടമെന്ന് പറഞ്ഞത്. ആ സമയത്ത് ഇതും ഇഷ്ടമുണ്ടെന്ന് ഞാൻ വിചാരിക്കുവോ? എന്നാലും എനിക്ക് ചെറിയ സംശയമുണ്ടായിരുന്നു. ഇതെന്തായാലും എൻ്റെ അടുത്ത് ചെയ്ത ചതിയ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ തന്നെ ഭവാനി പറയുന്നുണ്ട്, എന്തായാലും നീ ഇത് വിഷമിക്കേണ്ട കാര്യം തന്നെ ഇവിടെ നടന്നിരിക്കുന്നത്. ഇനി നീ ഒരു തരത്തിലും വിഷമിക്കരുത് മോളെ എന്നൊക്കെ പറഞ്ഞ് അഞ്ജനെ സമാധാനപ്പെടുത്തുന്നുണ്ട്. ഞാനിനി ഏത് തരത്തിലാണ് ഞാനിനി വിഷമിക്കാതിരിക്കുക? അങ്ങനത്തെ കാര്യമല്ലേ ഞാൻ കേൾക്കുന്നത്? എൻ്റെതായ ഞാനെന്ന് കരുതിയുന്ന എൻ്റെ അജിയെ ഇപ്പോൾ എന്നെ കൈവിട്ടു പോകാൻ പോകുന്നത്. എന്തായാലും അവൻ ഉറച്ചു തന്നെയാ എല്ലാവരും മുമ്പിച്ച് ഈ കാര്യം പറഞ്ഞത്. അതുകൊണ്ട് ഞാനിനി എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അലറി വിളിക്കുന്നുണ്ട് റൂമിൽ പോയിട്ട്. ഇത് കേട്ട ഉടനെ തന്നെ മുത്തശ്ശി പറയുന്നുണ്ട്, എന്താ നിനക്ക് ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യം ഇപ്പോൾ എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടതും അജയ് പറയുക, അവളിപ്പോൾ ഒറ്റയ്ക്കാ അവിടെ താമസിക്കുന്നത്. അവള് ആ ഏകാന്തതയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് മാത്രമല്ല, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളല്ലേ നമ്മൾ ഇഷ്ടപ്പെടേണ്ടത്. എന്നാൽ നീ ഇതൊരു തവണയെങ്കിലും ഭൂമിയുടെ കാര്യം എൻ്റെ അടുത്ത് ഇഷ്ടമുള്ളതായിട്ട് തുറന്ന് പറഞ്ഞിട്ടില്ലല്ലോ. വാക്ക് കൊടുത്തത് അവർക്ക് ഒരു തവണ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴത്തേക്കും വിളിച്ചിട്ട് വന്നത് അവളെ സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടാ. എന്നിട്ട് വീണ്ടും നീ വാക്ക് മാറ്റിയാണോ എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. എന്തായാലും ഇനി ഇറങ്ങാൻ പോകുന്നത് ഞാനായിരിക്കും ഈ വീട്ടിൽ നിന്ന് എന്ന് തന്നെ പറയുന്നുണ്ട്. ഇത് കേട്ട് തന്നെ സത്യദാസ് പറയുന്നുണ്ട്, എനിക്കും സന്തോഷമുള്ള കാര്യം തന്നെ ഭൂമി ഈ വീട്ടിൽ വരണമെന്ന്. പക്ഷെ ഇങ്ങനെ ഒരു വിഷമം വരുത്തിയിട്ട് ഇങ്ങനെ ചെയ്യണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അജയുടെ അടുത്ത്. ഇതൊരു നല്ലതിന് വേണ്ടി എന്ന് മാത്രം കരുതിയാൽ മതി എല്ലാവരും. എനിക്ക് ഒരു പാവപ്പെട്ട ഒരു കുട്ടിക്ക് ജീവിതം കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ എനിക്കിപ്പോൾ തോന്നുന്നുള്ളൂ. അല്ലാതെ ഈ അഹങ്കാരം പിടിച്ച ഇവളെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല എന്ന് തന്നെ തുറന്ന് വീണ്ടും പറയുന്നുണ്ട്. ഇത് കേട്ട് തന്നെ അജയുടെ അച്ഛനും അമ്മയും ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. എന്തായാലും നല്ല കുട്ടിയല്ലേ, കൊച്ചുനാൾ മുതലേ നമ്മൾ പറഞ്ഞു വെച്ചിരുന്നതാ, പിന്നെ എന്താ നിനക്കൊരു മാറ്റം? ഒരു ഭൂമിയെ കണ്ടതിപ്പം ഇത്ര ഇങ്ങനെ മാറുമോ നീ എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ അടുത്ത് ഒരു വാക്കായിരുന്നാലും മുമ്പേ പറഞ്ഞിരുന്നെങ്കിൽ നമുക്കത് ആലോചിച്ചു വിടായിരുന്നോ? പക്ഷെ എല്ലാം ആയ ശേഷം നീ മാറുന്നത് ശരിയല്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും എല്ലാവരും അറിഞ്ഞു തന്നെ എൻ്റെ കല്യാണം നല്ലതുപോലെ നടത്തി തരണം, അതാ എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് സത്യദാസ് പറയുന്നുണ്ട്, എന്തായാലും ഞാനുണ്ട് നിന്റെ കൂടെ, നല്ല മോളാ, എനിക്കിഷ്ടമാ, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് പറ്റിയ ഒരു കുട്ടി തന്നെയാ നിനക്ക്. ഞാൻ എല്ലാ രീതിയിലും ഞാൻ തന്നെ മുന്നിട്ട് നിന്ന് നടത്തി തരും എന്നൊക്കെ പറഞ്ഞ് വാക്ക് കൊടുക്കുന്നുണ്ട്. ഇത് കേട്ടപ്പം അജയ്ക്ക് ഇത്തിരി സന്തോഷം തോന്നുന്നുണ്ട്. എന്നെ മനസ്സിലാക്കുന്ന അങ്കിൾ മാത്രമേ ഈ വീട്ടിലുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. മുത്തശ്ശിയെ ഞാൻ കരുതിയത് എന്നെ തന്നെ ആദ്യം സപ്പോർട്ട് ചെയ്യുന്നത് ആയിരിക്കുമെന്ന, പക്ഷേ അതൊക്കെ മാറിയിരിക്കുന്നു. ഇനിയെങ്കിലും എനിക്കൊരു മാറ്റം സംഭവിക്കുന്നത് ഒരേ ഒരു കാര്യത്തിലാ, ഭൂമി ഈ വീട്ടിലേക്ക് വരുന്ന ആ നിമിഷം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി അജയ് പോകുന്നു. ഭവാനിയും അഞ്ജനയും റൂമിനകത്ത് കയറിയിട്ട് തീരുമാനം എടുക്കുന്നുണ്ട്. നീ എന്നെ അവൻ കല്യാണം കഴിച്ചില്ല എങ്കിൽ ഇതിലെ വലിയൊരു പ്രത്യാഘാതം തന്നെ ഉണ്ടാകാൻ പോകുന്നത് ഈ കുടുംബത്തിന് മാത്രമല്ല, അവന് ഏറ്റവും വലിയ ഒരു ദുരന്തം സംഭവിക്കാൻ പോകുന്നുണ്ട്. ചിലപ്പം ഭൂമിയെ തന്നെ കിട്ടിയില്ലെങ്കിൽ എന്താ ചെയ്യുക എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അഞ്ജന ആ സമയത്ത് പറയുക, ഞാൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്തു പോകും അവളെ, ഈ നിമിഷം തന്നെ എന്തെങ്കിലും ചെയ്യട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് പറയുന്നുണ്ട്, എന്തായാലും ഇതുവരെ പോകുമെന്ന് നോക്കാം, അവന്റെ കല്യാണമല്ലേ നടക്കട്ടെ, അത് കഴിഞ്ഞ് അവര് ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് ഇവിടെ നമ്മൾ നോക്കിക്കാണും. ആ സമയത്ത് എല്ലായിടത്തെയും യാത്ര പറഞ്ഞ് മുത്തശ്ശി ഇറങ്ങുകയാണ്. എനിക്കാണെങ്കിൽ ഇവിടെ ഇതൊന്നും കണ്ടു നിൽക്കാൻ പറ്റില്ല. ആ സമയത്ത് അജയ് പറയുക, മുത്തശ്ശി പോകരുത്, മുത്തശ്ശിക്ക് ഇഷ്ടമുള്ളൊരു കുട്ടിയെ ഞാൻ ഇവിടെ കൊണ്ടുവരാൻ പോകുന്നത്, പിന്നെ എന്തിനാ എന്നെ ഇവിടുന്ന് പിണങ്ങി പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അഞ്ജനയ്ക്ക് കൊടുത്ത വാക്ക് അത് നീ പാലിച്ചില്ലല്ലോ, നേരത്തെ എൻ്റെ അടുത്ത് ഒരു വാക്കായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നൊക്കെ പറയുകയും ചെയ്യും. എന്നാൽ ഓരോ പ്രവൃത്തികൾ ആർക്കും ഇഷ്ടപ്പെടുന്നതല്ല. സത്യദാസ് പെട്ടെന്ന് തന്നെ അഞ്ജനയെ സമാധാനപ്പെടുത്താൻ റൂമിലേക്ക് വരുന്ന സമയത്ത്
പെട്ടെന്ന് കാണുന്നത് അഞ്ജനയും അതുപോലെ ഭവാനിയും മദ്യപിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് മനസ്സിലാക്കുന്നു സത്യദാസ് എന്തായാലും ഇത് അജയ്ക്ക് പറ്റിയ പെണ്ണല്ല എന്നുള്ള കാര്യം. എന്നിട്ടും പറയുന്നുണ്ട് ഇങ്ങനെയുള്ള സ്വഭാവമാണെങ്കിൽ ആർക്കാ ഇഷ്ടപ്പെടുന്നത്, അതിനെക്കാട്ടും നല്ലത് ഭൂമി തന്നെയാ എന്നൊക്കെ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഉടനെ തന്നെ അവിടെ നിറങ്ങി പോകുന്നുണ്ട്. ഭവാനി ആ സമയത്ത് പറയുക ഇത് വിഷമം വന്നപ്പോൾ ഞാൻ ഇത് കയ്യിലെടുത്തത്, എന്തായാലും ഇതെല്ലാവരും കണ്ടു കഴിഞ്ഞില്ലേ, ഇനി എന്തായിരിക്കും അയാളുടെ പ്രതികരണം എന്ന് ആർക്കറിയാം, എന്തായാലും അജയുടെ കൂടെ ഇവ നിൽക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് ഭവാനി. ആര് നിന്നാൽ എന്താ, ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ത് വേണമെന്ന്. ആദ്യം കല്യാണം നടക്കട്ടെ, കല്യാണം നടന്നു കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കിയിരുന്ന് കാണാം എന്നൊക്കെ പറയുന്നുണ്ട് ഭവാനിയുടെ അടുത്ത് അഞ്ജന. എന്നിട്ട് അഞ്ജന ഒരു വാക്കൂടെ പറയുന്നുണ്ട് നമ്മൾ വിചാരിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും നടന്നു, പക്ഷേ എനിക്ക് അജയ് കിട്ടില്ലല്ലോ എന്നാലോചിക്കുമ്പോഴാണ് എനിക്കൊരു വിഷമം. അവരുടെ കല്യാണത്തിന് പോണം, എനിക്ക് കാണണം അവന്റെ കല്യാണം എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട് അഞ്ജന. ഇത് കേട്ട ഉടനെ ഭവാനി പറയുക ഇത് കണ്ടിട്ട് എന്ത് ചെയ്യാനാ, അവനാണെങ്കിൽ അവളെ കല്യാണം കഴിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചൊന്നുമില്ല, പിന്നെ അവന് വേറൊരു പ്രേമം ഉണ്ടെന്ന് പറയുന്നു. ഇതൊക്കെ വെറുതെയാണോ എന്നൊന്നും നമുക്കൊന്നും അറിയത്തില്ലല്ലോ, അവന് തന്നെ അറിയാം അവന്റെ കാര്യം. എത്ര വരെ പ്രേമിച്ചെന്ന് ആർക്കറിയാം. നീ ഒരു അജയ് എന്ന് പറഞ്ഞ് ബേക്കി നടന്നു, നമ്മളും ഈ സ്വത്ത് മോഹിച്ച തന്നെയാ ഇവിടെ നിൽക്കുന്നത്. അത് ഭൂമി വിളിക്കുന്നുണ്ട് അജയെ. ഞാനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എന്റെ അടുത്ത് പറഞ്ഞാൽ മതി, അതുപോലെ ഞാൻ ചെയ്തു കൊള്ളാം. എനിക്ക് ഏതായിരുന്നാലും എൻ്റെ അമ്മയുടെ ജീവനാ എനിക്ക് ഏറ്റവും വലുത് എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ ജീവൻ പോയിരുന്നാലും കുഴപ്പമില്ല, ഞാൻ അച്ഛനും അമ്മയും അതുപോലെ ഞാൻ സ്നേഹിക്കുന്നത്. അവർക്ക് എൻ്റെ ആ ഒരു സ്നേഹത്തിന്റെ അടയാളം എന്ന നിലയിൽ അവരെ ഒന്ന് പുറത്തിറക്കുക എന്ന് മാത്രമേ ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നുള്ളൂ. പക്ഷേ എൻ്റെ അച്ഛൻ അച്യുതനല്ല എന്നൊക്കെ ഒരു തിരിച്ചറിവ് കിട്ടിയിട്ടുണ്ട്. ഇത് അമ്മ തന്നെയാ പറഞ്ഞത്, പക്ഷേ എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എൻ്റെ അച്ഛനെ കണ്ടുപിടിക്കണം എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരു സങ്കടത്തിൽ നിൽക്കുക അജയ്. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, അംബികയ്ക്ക് ദേഷ്യവും വന്നു കാണും അതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല, എൻ്റെ അടുത്ത് മരിച്ച സമയം മുതലേ പറയുന്ന ഒരു വാക്കാ, ഒരു കാര്യം പറയാനുണ്ടെന്ന് അജയ് പറയുന്നുണ്ട്. എനിക്കറിയാം ആരാണ് ഭൂമിയുടെ അച്ഛനെന്ന്, അത് ഞാൻ കണ്ടുപിടിക്കും, എന്നിട്ട് യഥാർത്ഥ അച്ഛനെ നമുക്ക് മനസ്സിലാക്കി തരികയും ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് പറയുക ഭൂമി എന്താ എന്തെങ്കിലും അറിയുന്നത് പോലെ സംസാരിക്കുന്നു, ആരാണെന്ന് അറിയാമോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാലും എനിക്ക് ഇപ്പോഴൊന്നും അറിയില്ല, പറയാനും പറ്റുന്നില്ല. എന്തായാലും നമ്മുടെ കല്യാണം ഒന്ന് കഴിയട്ടെ, കഴിഞ്ഞ ശേഷം ബാക്കി നമുക്ക് തീരുമാനിച്ച് ഓരോന്ന് ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട് ഭൂമിയുടെ അടുത്ത് അജയ്.